നിസ്സാര പ്രശ്നമായിരിക്കാം നമ്മുടെ മകനുമായിട്ട് നമുക്കുള്ളത്, നിസ്സാര പ്രശ്നമായിരിക്കാം നമ്മുടെ മകളുമായിട്ട് നമുക്കുള്ളത്, നിസ്സാര പ്രശ്നമായിരിക്കാം നമ്മുടെ അനിയത്തിയായിട്ടുള്ളത്, നിസ്സാര പ്രശ്നമായിരിക്കാം നമ്മുടെ അപ്പനും അമ്മയായിട്ടുള്ളത്, നിസ്സാര പ്രശ്നമായിരിക്കാം. ഈ നിസ്സാര പ്രശ്നം എന്താണെന്ന് സാത്താൻ അറിയാം. പ്രിയപ്പെട്ടവരെ, സാത്താൻ ആ നിസ്സാര പ്രശ്നത്തിലൂടെ നമ്മുടെ തലയ്ക്കകത്ത് കയറി നമ്മുടെ അസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ അന്നേരം നമ്മൾ ചിന്തിച്ചോണം, എടാ എന്റെ സമാധാനം നഷ്ടപ്പെടുത്തുവാൻ, എനിക്ക് കർത്താവ് നേടുത്തുന്ന നീതി, സമാധാനം, പരിശുദ്ധാത്മാ സഹവാസം, എന്റെ ഉള്ളിലെ ദൈവരാജ്യം നശിപ്പിക്കുവാൻ പിശാച് കൊണ്ടിരിക്കുന്ന ആയുധമാണ് പിശാചി എന്ന് പറയണം, പിശാചി എന്ന് പറയണം. അന്നേരം മാറിപ്പോക്കോളും സഹോദരേ. ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കേ, അന്നേരം അവൻ മാറിപ്പോക്കോളും. കാരണം നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന പ്രശ്നങ്ങളാണ് ഈ ലോകത്തുള്ളത്. നമുക്കറിയാം, നമ്മളൊരു വ്യക്തിയുമായിട്ട് ചുമ്മാ ഒരു കടയിലോട്ട് കയറി ചെന്ന് ഒരു സാധനം മേടിക്കാൻ കയറി ചെന്ന് കഴിഞ്ഞാൽ, ഒരു ബസ്സയിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ, അല്ലെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ, അല്ലെ നമ്മൾ വേറെ ഏതെങ്കിലും ഈ പുറത്തേക്ക് ഇവിടുത്തെ പോലെ അല്ല, പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പം നമുക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് പുറത്തുള്ളത്. ആ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടും കേട്ടും പരിഹരിച്ചും ഇതെല്ലാം മനസ്സിലാക്കി പോയാൽ നമ്മുടെ ജീവിതം പോക്കാവും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തലയുടെ പക്ഷി നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പറക്കും, പക്ഷെ കൂട് കെട്ടാൻ നമ്മൾ അവസരം കൊടുക്കരുത്. പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ കൂട് കെട്ടിയാണ് നമ്മൾ നിരാശയിലേക്ക് നീങ്ങുന്നത്. നിരാശയിലേക്ക് നീങ്ങിയാണ് മദ്യപാനത്തിലേക്ക് നീങ്ങുന്നത്, മറ്റു രീതിയിലുള്ള ജഡിക ആസക്തിയിലേക്ക് നീങ്ങുന്നത്, മറ്റു രീതിയിലുള്ള വരുമാന മാർഗങ്ങളിലേക്ക് നമ്മൾ നീങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, നിരാശ ഭരിക്കുമ്പോൾ നമ്മുടെ ഭാവി അനിശ്ചിതത്വത്തിലാവുന്നു.